നമ്മള് ഇന്നലെ മുട്ടം റൂട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റോർ ഇട്ടത്. അപ്പൊ അവിടെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ട് വന്നു. നമുക്ക് വേറെ വിഷയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ആരുടെയും പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മളിപ്പോ തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിലാണ് നമ്മുടെ സ്റ്റോർ ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി പറഞ്ഞ്. അപ്പൊ അതിനൊരു കുറെ കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉള്ള പൈസ വെച്ചാണ് നമ്മൾ സ്റ്റോർ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഒരു ഷോപ്പ് തുടങ്ങി തന്നെ എത്ര ലക്ഷം വേണം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു ഫണ്ടുള്ളതിന്റെ പേരിലാണ് നമ്മൾ ഈ റോഡ് സൈഡിൽ പരിപാടി ചെയ്യുന്നത്. അതായത് ഒരു റെസ്റ്റോറന്റ് എന്തുകൊണ്ട് ആൾക്കാർ ഒരു തട്ടുകടയായിട്ട് തുടങ്ങുന്നത്. അപ്പൊ അവരുടെ ഉള്ള ഇത് വെച്ചാണല്ലോ അവര് തട്ടുകട പോലും തുടങ്ങുന്നത്. അപ്പൊ അതുപോലെയാണ് ഞങ്ങൾ ചെറിയൊരു റോഡരികിൽ ഒരു വഴിയോര കച്ചവടം എന്നുള്ള രീതിയിൽ ഒരു എന്തായാലും പുതിയൊരു സ്ട്രാറ്റജി രീതിയിൽ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോ അതിനെ ഒരുപാട് പേരിങ്ങനെ വിമർശിക്കുകയുണ്ടായി. ഇന്നലെ ഞങ്ങൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കുറെ കമന്റുകൾ വന്നു. ശരിക്കും എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കാശിന് വെച്ചാണ് നമ്മൾ ഇത് തുടങ്ങിയിട്ടുള്ളത്. കാര്യം പറഞ്ഞാൽ ഒരു കട പല ആൾക്കാരും കടയെടുത്ത് ചെയ്ത എന്താണ് എന്നൊക്കെ ചോദിച്ചു. കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒരു കടയെടുത്ത് ചെയ്യണം, അത് ഒന്ന് ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള കാശില്ല. പിന്നെ നമ്മള് എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് ചെയ്തൊന്ന് ഉയർന്നു വരണമല്ലോ. അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോ ഇത് ചെയ്തത്. അതായത് എല്ലാ കാലഘട്ടവും ഇങ്ങനെ തന്നെ ഇരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കണല്ലോ. ഒരു കുറച്ച് കാശൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞങ്ങളും ഒരു കടയൊക്കെ എടുക്കും. ഇപ്പോഴും ആഗ്രഹമുണ്ട് അത് ചെയ്യാൻ. പക്ഷെ അതിനുള്ള കാശ് ഇപ്പൊ നിലവിലില്ല. പക്ഷെ നമ്മൾ ഉടനെ ചെയ്യാൻ ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ പല ആളുകളും കമന്റിൽ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് ഒരു കടയെടുത്താ? ഇതിപ്പോ പ്രധാന പ്രശ്നം അത് തന്നെയാണ്. ഞങ്ങളുടെ അതിനുള്ള കാശില്ല. പിന്നെ നമുക്ക് കയറി വരികയും ചെയ്യണം. പിന്നെ വേറെ നമ്മള് ഇപ്പൊ ഇവിടുത്തെ ബിസിനസ്സുകാരെ വളർന്നു വന്നിരിക്കുന്നത് പോലും ഈ ചെറിയൊരു സംരംഭം ചെറിയൊരു ഇതിൽ തുടങ്ങി വന്നവരായിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ അതെ, പ്രത്യേകിച്ച് തൊടുപുഴയിലൊക്കെ ഇവിടെ അറിയപ്പെടുന്ന ഒരു കടയൊക്കെ അവരൊക്കെ കയറി വന്നത് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോ അതുപോലെ പിന്നെ മറ്റൊരു കമന്റ് വന്നതാണ്, എല്ലാവർക്കും ജീവിക്കണം, അതായത് അവര് കടയ്ക്ക് വാടക കൊടുത്തിരിക്കണയാണ്, അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്താ എങ്ങനെ ശരിയാകും, അങ്ങനെയൊക്കെയുള്ള അത്തരം കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലത്തിനനുസരിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ 50 ലക്ഷം മുടക്കി, 20 ലക്ഷം മുടക്കി, 1 കോടി മുടക്കി എന്നുള്ളതിനകത്തല്ല കാര്യം. കാലത്തിനനുസരിച്ച് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുകയും, അതായത് പുതിയ പരസ്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ഓരോ ടെക്നിക്കുകൾ, സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാൽ മാത്രമാണ് ഈ ബിസിനസ്സിൽ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ.